നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയിലേക്ക് താൻ കോച്ചായ സമയത്ത് മെസ്സി, നെയ്മർ, പെഡ്രോ എന്നിവരെയൊക്കെ തിരികെ എത്തിക്കാൻ വേണ്ടി താൻ ശ്രമിച്ചു. അതിൽ പെഡ്രോയും നെയ്മറും ക്ലബിൻ്റെ ഇക്കണോമിക് സിറ്റുവേഷൻ വേഴ്സ് ആയതുകൊണ്ട് എത്തിക്കാൻ പറ്റാതെ പോയതാണ്. മെസ്സിയുടെ കാര്യത്തിൽ മാസങ്ങളോളം മെസ്സിയുമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാം സെറ്റായതാണ്. പക്ഷേ അവസാന നിമിഷം പ്രസിഡന്റ് ജോൻ ലാപ്പോർട്ട കാലുമാറുകയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ചാവി ഹെർണാണ്ടസ് തുറന്നങ്ങ് പറയുന്നു. മാത്രമല്ല, ബാഴ്സലോണയിൽ ചേർന്ന സമയത്തെ നെയ്മർ ജൂനിയറുടെ കളിയുണ്ടല്ലോ, ആ കളി ഒരു പക്ഷേ ലിയോ മെസ്സിയുടെ പ്രകടനത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും താൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ നെയ്മറുടെ കളിയാണ് എന്നുകൂടി ചാവി ഹെർണാണ്ടസ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ബാഴ്സലോണ മാനേജർ എന്ന നിലയിൽ ഞാൻ ഡാനി ആൽവസിനെ ബാഴ്സലോണയിലേക്ക് തിരികെ കൊണ്ടുവന്നിരുന്നു. അതുപോലെ നെയ്മറെ, പെഡ്രോയെ, മെസ്സിയെ ഒക്കെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. പെഡ്രോയും നെയ്മറും അന്നത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ കാരണം ടീമിലേക്ക് മടങ്ങിയെത്താൻ പറ്റാതെ പോയവരാണ്. മെസ്സിയുടെ കാര്യത്തിൽ പ്രസിഡന്റ് അവസാന നിമിഷം കാലുമാറുകയായിരുന്നു, വേണ്ട എന്ന് പറയുകയായിരുന്നു. ഒരുപക്ഷെ നെയ്മറെ ഞാൻ ബാഴ്സലോണയിൽ പരിശീലിപ്പിച്ചേനെ. ശരിക്കും പറഞ്ഞാൽ ഇക്കണോമിക് സിറ്റുവേഷൻ അതാണ് നെയ്മർ ജൂനിയർ സൈൻ ചെയ്യാൻ കഴിയാതെ പോകാനുള്ള ഒരു കാരണം. എന്നാൽ ഞാൻ പറയും, നെയ്മർസ് ഫസ്റ്റ് ഇയർ അറ്റ് ബാഴ്സലോണ വെർ ദി ക്ലോസസ്റ്റ് ഐ എവർ സോ സമോൺ ഗെറ്റ് ക്ലോസ് ടു ലയണൽ മെസ്സി. ലിയോ മെസ്സിയുടെ പ്രകടനത്തിന് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രകടനം ഞാൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നെയ്മർ ജൂനിയറുടെ ബാഴ്സലോണയിൽ ചേർന്ന ആദ്യ വർഷങ്ങളിലെ പ്രകടനമാണ് എന്നുകൂടി ചാവി ഹെർണാണ്ടസ് പറയുന്നു. സംശയമില്ല, അന്നത്തെ നെയ്മർ വേറെ ലെവലാ. ഇന്നിപ്പോൾ അതും പറഞ്ഞങ്ങനെ ഇരിക്കുക ആരാധകർ പഴയ ഓർമ്മകളിൽ എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ അന്ന് റിവാൾഡോ പറഞ്ഞതാ അതിൻ്റെ ശരി. നെയ്മർ ജൂനിയർ ബാഴ്സലോണ വിട്ട് PSG പോയപ്പോൾ അന്ന് പറഞ്ഞില്ലേ റിവാൾഡോ, ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ പിന്തിരിഞ്ഞുള്ള നടത്തമാണെന്ന്. അത് തന്നെയാണ് ശരിക്കും സംഭവിച്ചത്. നെയ്മർ ബാഴ്സ വിട്ട് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ മെസ്സിയിൽ നിന്ന് പതിയെ ബാഴ്സലോണ നെയ്മറിലേക്ക് കൂടി ചാഞ്ഞു തുടങ്ങുന്നൊരു ഘട്ടത്തിലാണ് ആ പോക്ക്. അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നേനെ എന്നിപ്പോൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാൻ മാത്രമേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.